ബീഹാറിൽ അതിനിർണായകമായ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്നതിന് തലേ ദിവസം രാജ്യതലസ്ഥാനത്തെ വിറപ്പിച്ച് നടന്ന സ്ഫോടനത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള സംശയങ്ങളും ഊഹാപോഹങ്ങളുമാണ് പ്രചരിക്കുന്നത്. കേന്ദ്ര സർക്കാരും അന്വേഷണ ഏജൻസികളും ഊഹാപോഹങ്ങൾ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കരുത് എന്ന് പറയുന്നുണ്ടെങ്കിലും ചില സംശയങ്ങളും ആരോപണങ്ങളും സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. ബീഹാർ തെരഞ്ഞെടുപ്പിന് തലേ ദിവസം നടന്ന സ്ഫോടനത്തിൽ വിശദമായ അന്വേഷണം തന്നെ നടത്തണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബീഹാറിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന ഭയം BJPക്കും NDAയ്ക്കും ഉണ്ടെന്നാണ് പ്രതിപക്ഷത്തെ ചിലർ ഉയർത്തിക്കാട്ടുന്നത്. ബീഹാറിലെ വോട്ടെടുപ്പിന് തൊട്ട് തലേ ദിവസം നടന്ന ഈ സ്ഫോടനം പ്രതീക്ഷിച്ചിരുന്നതായിരുന്നുവെന്നാണ് അസമിൽ നിന്നുള്ള കോൺഗ്രസ് MP പ്രദ്യുത് ബോർഡോളോയ് സ്ഫോടനം നടന്നതിന് തൊട്ടു പിന്നാലെ X അക്കൗണ്ടിൽ കുറിച്ചത്. ഇത് വലിയ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും ഇടയാക്കിയിരുന്നു. ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ ഇത്തരത്തിലൊരു സ്ഫോടനം പ്രവചനാത്മകമാണ് എന്നാണ് ദീർഘദർശിയായ തന്റെ ഒരു സുഹൃത്ത് തന്നോട് പറഞ്ഞത് എന്നായിരുന്നു കോൺഗ്രസ് MP പ്രദ്യുത് ബോർഡോളോയുടെ X പോസ്റ്റ്. അതേസമയം പ്രദ്യുതിന്റെ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി BJP നേതൃത്വം രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു പ്രത്യേക സമുദായത്തിന്റെ വോട്ട് വാങ്ങി MP ആയ ആളാണ് പ്രദ്യുത് എന്നാണ് അസമിലെ BJP മന്ത്രി പീയൂഷ് ഹസാരിക വ്യക്തമാക്കിയത്. അസമിലെ BJP നേതാവും മന്ത്രിയുമായ കൗശിക് റായ് പറഞ്ഞത് പ്രൊപ്പഗാൻഡ മെഷീൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആളാണ് പ്രദ്യുത് എന്നാണ്. സ്ഫോടനം നടത്തിയവരുമായോ പാകിസ്ഥാനുമായോ പ്രദ്യുതിന് ബന്ധമുണ്ടോ എന്ന സംശയമാണ് BJP MLA മനപ് ദേഗ ഉന്നയിക്കുന്നത്. ഒരിക്കലും പറയരുതാത്ത ഒരു കാര്യമാണ് പ്രദ്യുത് പറഞ്ഞത് എന്ന് പൊതുവെ വിമർശനമുയർന്നു. ഇതിനു പിന്നാലെ X പോസ്റ്റ് അപ്രത്യക്ഷമായിട്ടുമുണ്ട്. സമാനമായ പല വിമർശനങ്ങളും പ്രതിപക്ഷ നിരയിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തലേ ദിവസം നടന്ന ബലാകോട്ട് ഭീകരാക്രമണത്തെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയും പലരും ബീഹാർ തെരഞ്ഞെടുപ്പിനെയും ഡൽഹി സ്ഫോടനത്തെയും ബന്ധപ്പെടുത്തുന്നുണ്ട്. രാഹുൽ ഗാന്ധി പുറത്തുകൊണ്ടുവന്ന വോട്ട് മോഷണ ആരോപണം ബീഹാറിലെ ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ തലേ ദിവസമാണ് ഉന്നയിച്ചത്. അത് വോട്ടർമാരെ സ്വാധീനിച്ചുവെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. ഇത് രണ്ടാം ഘട്ടത്തിലും സ്വാധീനം ചെലുത്തുമെന്ന് കരുതപ്പെടുന്നുണ്ട്. ഇതിനിടയിലാണ് ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിന്റെ തലേ ദിവസം ഡൽഹിയെ വിറപ്പിച്ച സ്ഫോടനമുണ്ടായത്. സ്ഫോടനത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്ന് കോൺഗ്രസും പ്രതിപക്ഷവും ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഡൽഹിയിലെ സ്ഫോടനവും ബീഹാറിലെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പും തമ്മിൽ യാതൊരു ബന്ധവും പ്രത്യക്ഷത്തിലില്ല. അന്വേഷണം നടക്കുകയാണ്. അന്വേഷണം നടക്കട്ടെ. പക്ഷേ അതിനു മുൻപ് ചില ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുത്. അത് തെറ്റായി പോകാനാണ് സാധ്യത എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇന്നലത്തെ ചെങ്കോട്ട സ്ഫോടനമടക്കം രാജ്യതലസ്ഥാനത്തിന്റെ ഉള്ളം കിടുക്കിയ സ്ഫോടനങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. 90കളിൽ പലതവണ ഡൽഹി സ്ഫോടനങ്ങളിൽ കുലുങ്ങി. 1997 മാത്രം 7 തവണയാണ് ഡൽഹിയിൽ സ്ഫോടനങ്ങൾ ഉണ്ടായത്. ഏറ്റവും കൂടുതൽ ജീവനുകൾ എടുത്തത് 2005 സരോജിനി മാർക്കറ്റിലും പഹാഡ്ഗഞ്ച് മാർക്കറ്റിലും ഭീകരർ നടത്തിയ സ്ഫോടനങ്ങളാണ്. 59 പേരാണ് ഈ സ്ഫോടനങ്ങളിൽ കൊല്ലപ്പെട്ടത്. 2011 ഇതിനു മുൻപ് അവസാനമായി ഡൽഹിയിൽ സ്ഫോടനമുണ്ടായത്. അന്നും കാറിലായിരുന്നു സ്ഫോടനം. ഡൽഹി ഹൈക്കോടതിക്ക് പുറത്തു നിർത്തിയിട്ടിരുന്ന കാർ പൊട്ടിത്തെറിച്ചെങ്കിലും ആർക്കും അപകടമുണ്ടായില്ല. 14 വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഡൽഹിയെ നടുക്കി ഒരു സ്ഫോടനമുണ്ടായിരിക്കുന്നു. ഏറെക്കാലമായി പ്രധാന നഗരങ്ങളിൽ സ്ഫോടനങ്ങളോ ഭീകരാക്രമണങ്ങളോ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത്തവണ ഉണ്ടായ സ്ഫോടനത്തിന്റെ സാഹചര്യം ബീഹാർ തെരഞ്ഞെടുപ്പാണ് എന്നത് ആശങ്കപ്പെടുത്തുന്നുണ്ട് എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. സ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ച കാർ 3 മണിക്കൂറിലധികമാണ് ചെങ്കോട്ടയ്ക്ക് സമീപം കാത്തുകിടന്നത് എന്ന ഞെട്ടിക്കുന്ന വിവരവും ലഭ്യമായിട്ടുണ്ട്. അതോടൊപ്പം സ്ഫോടനം ലക്ഷ്യം വെച്ചത് തിരക്കേറിയ ചാന്ദിനി ചൗക്കറ്റ് മാർക്കറ്റായിരുന്നുവെന്നും ഇങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ സാധിക്കാതിരുന്നതാണ് ചെങ്കോട്ടയ്ക്ക് പുറത്ത് സ്ഫോടനം നടത്താൻ കാരണമെന്നും സംശയിക്കുന്നു. ഡൽഹിയിലെ തന്ത്രപ്രധാന സ്ഥലങ്ങളിലെല്ലാം പൊട്ടിത്തെറിച്ച കാർ ചുറ്റിക്കറങ്ങിയതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഹ്യുണ്ടായിയുടെ i20 കാറാണ് പൊട്ടിത്തെറിച്ചത്. കാറിൽ നിറയെ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നതായാണ് നിഗമനം. സ്ഫോടക വസ്തുക്കളുമായി സുനേരി മസ്ജിദ്, ദരിയാഗഞ്ച്, കശ്മീരി ഗേറ്റ്, ITO എന്നിവിടങ്ങളിലെല്ലാം കാർ എത്തിയതിന് തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇവിടങ്ങളിലെല്ലാം കറങ്ങിയ ശേഷമാണ് കാർ ചെങ്കോട്ടയ്ക്ക് സമീപം എത്തിയത്. ഇതിന് പിന്നാലെ ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതൽ ചെങ്കോട്ടയ്ക്ക് സമീപം കാർ പാർക്ക് ചെയ്തതായും കണ്ടെത്തി. 3:19 ചെങ്കോട്ടയ്ക്ക് സമീപം പാർക്ക് ചെയ്ത കാർ 6:48 പിന്നീട് പാർക്കിംഗ് സ്ഥലത്തു നിന്ന് പുറത്തു കടന്നത്. ഇതിന് പിന്നാലെ ഏകദേശം 6:52 ഉഗ്രശബ്ദത്തിൽ കാർ പൊട്ടിത്തെറിക്കുകയും ചെയ്തു. ഡൽഹിയിലെ തന്നെ ഏറ്റവും തിരക്കേറിയ ചാന്ദിനി ചൗക്ക് മാർക്കറ്റ് ലക്ഷ്യമിട്ടാണ് കാർ എത്തിയത് എന്ന സംശയവും പോലീസിനുണ്ട്. ചാന്ദിനി ചൗക്ക് മാർക്കറ്റിന് സമീപത്തേക്ക് കാർ കയറ്റാനായിരുന്നു കാർ ഓടിച്ചയാളുടെ ശ്രമം.
ചെങ്കോട്ടയ്ക്ക് സമീപത്തെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് കാറുമായി പുറത്തു കടന്നത് കറുത്ത മാസ്ക് ധരിച്ച ഒരാളാണ് എന്നാണ് അന്വേഷണ ഏജൻസികൾ നൽകുന്ന സൂചന. ഇത് സംബന്ധിച്ച ദൃശ്യങ്ങളും അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട്. കാറുമായി പുറത്തിറങ്ങിയ ഇയാൾ കാർ ചൗന്ദിനി ചൌക്ക് മാർക്കറ്റിലേക്ക് കയറ്റാനായിരുന്നു ഉന്നമിട്ടത്. എന്നാൽ ഇതിനു മുൻപേ തന്നെ ട്രാഫിക് സിഗ്നൽ കാരണം കാർ നിർത്തേണ്ടി വന്നു. ഇതോടെ മാർക്കറ്റിന് സമീപത്തേക്ക് കാർ കയറ്റാനായില്ല. പിന്നാലെ കാർ പൊട്ടിത്തെറിച്ചു. സ്ഫോടനത്തിന്റെ സംശയമുന നീളുന്നത് ഭീകരാക്രമണത്തിലേക്ക് തന്നെയാണ്. ഇത് തന്നെയാണ് പോലീസും സൂചിപ്പിച്ചിരിക്കുന്നത്. ഭീകര സംഘടനകളുമായി ബന്ധമുള്ള 2 കശ്മീരി ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്യുകയും വൻ സ്ഫോടക വസ്തു ശേഖരം പിടികൂടുകയും ചെയ്തതിന് പിന്നാലെയാണ് രാജ്യത്തെ നടുക്കിയ ഉഗ്രസ്ഫോടനം നടന്നിരിക്കുന്നത്. ഇതാണ് ഭീകരാക്രമണ സാധ്യത എന്ന് പറയാൻ കാരണം. കാറിൽ 3 പേർ ഉണ്ടായിരുന്നുവെന്നും 3 പേരും സ്ഫോടനത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തതായി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടെ നടന്നത് ചാവേർ സ്ഫോടനമാണ് എന്ന നിഗമനത്തിലേക്കും പോലീസ് എത്തിയിട്ടുണ്ട്. നിരോധിത സംഘടനകളുമായി ബന്ധമുണ്ട് എന്ന് സ്ഥിരീകരിച്ച് അറസ്റ്റ് ചെയ്യുകയും സ്ഫോടക വസ്തു ശേഖരം പിടികൂടുകയും ചെയ്തതിന് പിന്നാലെയാണ് സ്ഫോടനം എന്നത് തന്നെയാണ് ഭീകര സംഘടനകളുടെ ബന്ധത്തിലേക്ക് സംശയമുന നീളാൻ കാരണം. അതേസമയം സ്ഫോടനത്തിന്റെ രീതിയെക്കുറിച്ചും സ്ഫോടനത്തിന് ഉപയോഗിച്ച വസ്തുക്കളെക്കുറിച്ചും അന്വേഷണ ഏജൻസികൾക്ക് സംശയമുണ്ട്. സ്ഫോടനത്തിൽ മരിച്ചവരുടെയോ പരിക്കേറ്റവരുടെയോ ദേഹത്ത് ചീളുകൾ കൊണ്ടുള്ള മുറിവ് കണ്ടെത്തിയിട്ടില്ല. സ്ഫോടനം നടന്ന സ്ഥലത്ത് ആർഡെക്സ് പോലുള്ള സ്ഫോടക വസ്തുക്കളുടെ ഗന്ധവുമില്ല. ഇതാണ് അന്വേഷണ സംഘത്തെ കുഴപ്പിക്കുന്നത്. സ്ഫോടനമുണ്ടായ സ്ഥലത്ത് നിന്ന് ഒരു ബുള്ളറ്റ് കണ്ടെത്തിയിട്ടുമുണ്ട്. ചീളുകൊണ്ടുള്ള മുറിവ് കണ്ടെത്താത്തതും ഗന്ധമില്ലാത്തതും ഏത് തരത്തിലുള്ള വസ്തു ഉപയോഗിച്ചാണ് സ്ഫോടനം നടത്തിയത് എന്ന സംശയം ജനിപ്പിക്കുന്നുണ്ട്. ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയിലേക്കാണ് സ്ഫോടനത്തിന്റെ സംശയമുന നീളുന്നത്. കാരണം ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള ഡോക്ടർമാരടക്കം 8 പേരെയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. ഈ സംഘത്തിൽപ്പെട്ട ഉമർ മുഹമ്മദ് എന്നയാളുടെ പേരിലാണ് നിലവിൽ പൊട്ടിത്തെറിച്ച കാർ ഉണ്ടായിരുന്നത് എന്നാണ് വിവരം. ഇയാളും കാറിൽ ഉണ്ടായിരുന്നതായും കൊല്ലപ്പെട്ടതായും സംശയിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ഇപ്പോൾ നടന്നുവരികയാണ്.